പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ഒരു വനിത കാച്ചാണി വാർഡിൽ നിന്ന് സംവരണ വാർഡിൽ നിന്ന് ആശാ വർക്കറാണ്. അവർ മത്സരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പിന്നെ വനിതകൾ ധാരാളം വനിതകളെ വനിതാ വാർഡിൽ വനിതകളുണ്ട്. ജനറൽ വാർഡിലും വനിതകളെ ഇറക്കിയിട്ടുള്ള പരീക്ഷണമാണ് നടന്നിരിക്കുന്നത്. കാര്യം മുട്ടട എന്ന് പറയുന്ന വാർഡിലാണ് വൈഷ്ണവ് വന്നിട്ടുള്ളത്. മുട്ടട വാർഡ് ജനറൽ വാർഡാണ്. അപ്പോൾ ജനറൽ വാർഡിലും ഇത് വന്നിട്ടുണ്ട്. പക്ഷേ മുട്ടട വാർഡിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് നേരത്തെ ഈ പിന്നെ ഉണ്ടായിരുന്ന കൗൺസിലർ മരിച്ചു പോയതുകൊണ്ട് പെട്ടെന്ന് പിന്നെ അധികം ആകാതെ മരിച്ചുപോയ സമയത്ത് മറ്റൊരാൾ വേറൊരു അജിത്ത് എന്ന് പറയും മുട്ടട അജിത്ത് എന്ന് പറയുന്ന മറ്റൊരാളാണ് ഇപ്പോൾ CPMൻ്റെ കൗൺസിലർ, നിലവിലെ കൗൺസിലർ. അത് കുറച്ചു കാലം ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് പക്ഷേ അത് റിസർവേഷൻ വാർഡായിരുന്നു. ഇപ്പോൾ റിസർവേഷൻ മാറി. അതുകൊണ്ട് മുട്ടട അജിത്തിന് തന്നെ വീണ്ടും കൊടുക്കുമോ എന്നറിയില്ല. അങ്ങനെയാണ്. പക്ഷേ ജനറൽ വാർഡിലേക്ക് കൊടുക്കണം, അതറിയില്ല. അത് CPM ആണ് തീരുമാനിക്കുന്നത്. തന്നെ BJPയുടെ കാൻഡിഡേറ്റ് ആണെന്ന് അവിടെ അറിയത്തില്ല. എന്തായാലും കോൺഗ്രസ് 48 സീറ്റുകളിലേക്ക്, അത് പേരൂർക്കട, അമ്പലമുക്ക്, കിണവൂർ തുടങ്ങി ഉള്ളൂർ, നാലാഞ്ചിറ, പട്ടം, കേശവദാസപുരം, മുട്ടട, അമ്പലമുക്ക് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള പറ്റാവുന്ന വാർഡ്, പിന്നെ ശാസ്തമംഗലം, കവടിയാറ്, കാച്ചാണി, വട്ടിയൂർക്കാവ് ഇങ്ങനെ 48 സ്ഥലങ്ങളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ബഹുദൂരം അതിവേഗം അവർ മുന്നിലെത്തിക്കഴിഞ്ഞു. ഇതിനകത്തുള്ളൊരു നല്ല രസമെന്ന് പറയുന്നത് ഈ ഇപ്പോൾ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികളിൽ ഒരു വഴക്കും ബഹളമൊന്നും ഇല്ലാത്ത സ്ഥാനാർത്ഥികളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ അവർക്ക് 84 86 ആണെങ്കിൽ 86 ആണെങ്കിൽ 48 പ്രഖ്യാപിച്ചിട്ടുള്ളൂ. ഇനി 38ഓളം അവർ പ്രഖ്യാപിക്കണം. അത് വരുന്ന അടുത്ത ദിവസങ്ങളിൽ പ്രഖ്യാപിക്കുമെന്ന് പറയുന്നു. മാത്രമല്ല ഇന്ന് മുതൽ കെ മുരളീധരൻ്റെ വാഹന പ്രചരണ ജാഥ തിരുവനന്തപുരത്ത് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ മുരളീധരൻ വളരെ സ്ട്രോങ് ആയിട്ട് കെ മുരളീധരൻ രംഗത്തുണ്ട്. തിരുവനന്തപുരം കൊണ്ടേ പോകൂ എന്നുള്ളതാണ്. ഇനി ഇതിനെ കവച്ചു വയ്ക്കാനുള്ള അടുത്ത പണി വരാൻ കിടക്കുന്നത് രാജീവ് ചന്ദ്രശേഖർ ആണെനിക്കും മിക്കവാറും തിരുവനന്തപുരം BJP കോർപ്പറേഷൻ്റെ ക്യാപ്റ്റൻ അല്ലെങ്കിൽ മാനേജർ എന്ന്